Hi friends, welcome to class coaching. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ ഓൾറെഡി നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിച്ചിട്ട് വന്നതാണ്. അതിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു തിയറിയും ആൻഡ് സം പ്രോബ്ലംസും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട്. Electric current is defined as the amount of charge flowing across any section of wire per unit time. അപ്പോൾ നമുക്കറിയാം എന്താണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് അല്ലേ, ചാർജിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ചാർജ് ഫ്ലോ ദാറ്റ് ഈസ് കോൾഡ് ദ കറണ്ട്. So first നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് is defined as the amount of charge flowing across any cross section of wire per unit time. So it's the amount of charge. നമ്മളിപ്പോൾ ഒരു വയർ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എടുക്കുന്നു, ആ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. എമൗണ്ട് ഓഫ് ചാർജ് എന്നും പറയാൻ പറ്റും, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്ന ആ ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് കറണ്ട്. അപ്പം നമുക്കറിയാം ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്, ക്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം വി നോ ദാറ്റ് ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്. ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം. സോ ഐ ഈസ് ഈക്വൽ ടു യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടി. സോ ക്യൂ ബൈ ടി അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ക്യൂ ബൈ ടി. ക്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ചാർജിനെയാണ്, ആൻഡ് ടി റെപ്രസെൻറ്റ് ദ ടൈം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാം പഠിക്കുന്ന പോലെ തന്നെ വെലോസിറ്റിയെ പഠിച്ചാലും നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ആവറേജ് വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ എടുത്താലും അതുപോലെ ഉണ്ട്. സിമിലർലി കറണ്ടിനും നമുക്ക് എന്തുണ്ട്, കറണ്ടിനും ദർ ഈസ് ആവറേജ് കറണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടും ഉണ്ട്. അപ്പോൾ ആവറേജ് കറണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടും ഉണ്ട്. അപ്പോൾ ആവറേജ് കറണ്ടിൻ്റെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ആവറേജ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കറണ്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും പറയുന്നത്, ചേഞ്ച് ഇൻ കറണ്ട് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ചാർജ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ഡെൽറ്റ ടി, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ടൈമിൽ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്യുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. സോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, ആവറേജ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ, നമ്മളിപ്പോൾ ഒരു ടൈം ഇൻസ്റ്റൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ആയി. സോ അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഡി ക്യൂ ബൈ ഡി ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഫസ്റ്റ് ആവറേജ് കറണ്ട് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഒരു ടൈം ഇൻ്റർവെൽ എടുക്കുന്നു, ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്ത റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവറേജ് കറണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈം കൺസിഡർ ചെയ്യണം, ആ ഒരു ടൈമിൽ ഫ്ലോ ചെയ്ത റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. സോ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, സോ അതാണ് അവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0. So delta q by limit delta t tends to 0 delta q by delta t which can be also represented as dq by dt. So ഇതാണ് വേറെ രണ്ട് ടേംസ്, ആവറേജ് കറണ്ട് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. സോ ഹിയർ നമുക്ക് നോക്കാം I is equal to q by t ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, I is equal to q by t. ദാറ്റ് ഈസ് എന്തായിരിക്കും, ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, റേറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം ആണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ചാർജിൻ്റെ യൂണിറ്റ്, വി നോ ദാറ്റ് ഇറ്റ് ഈസ് കൂളം. ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്,
that is second. So coulomb per second ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റ്. coulomb per സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, that is ആംപിയർ. coulomb per സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചാർജിന്റെ യൂണിറ്റ് അറിയാം നമ്മൾ, കൂളംബ് ആണ്. ടൈമിൻ്റെത് അറിയാം, എന്താണ്, സെക്കൻഡ് ആണ്. സോ നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റ് വരുന്നത് കൂളംബ് പെർ സെക്കൻഡ് ആണ്. സോ കൂളംബ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപിയർ എന്ന് പറയുന്നത്. ഹിയർ ആംപിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. സോ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്, ഇറ്റ് ഈസ് ആംപിയർ. സോ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംപിയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോസിറ്റീവ് ചാർജസിന്റെ ഫ്ലോ ഏത് ഡയറക്ഷനിലേക്കാണോ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസിന്റെ ഫ്ലോ ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്കാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. ഇൻ ടേംസ് ഓഫ് നെഗറ്റീവ് ചാർജസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, current is in the direction of opposite to the flow of electrons, അല്ലെങ്കിൽ opposite to the flow of negative charge. നെഗറ്റീവ് ചാർജിന്റെ ഫ്ലോ ഏത് ഡയറക്ഷനിലേക്കാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ടേക്കൺ ടു ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. സോ ഹിയർ നമ്മൾ എന്താ പറയുന്നത്, ദാറ്റ് ഈസ് കറണ്ടിന്റെ ഫ്ലോ, അതായത് കറണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോ കൺവെൻഷണലി കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കൺവെൻഷണൽ. ഓക്കെ, സോ കൺവെൻഷണലി കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ, ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ. ഓർ നമുക്ക് പറയാം എന്തായിരിക്കും, ഓർ നമ്മൾ എന്താ പറയുന്ന, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ്. നെഗറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിലേക്കാണോ ഫ്ലോ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, കറണ്ടിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ്. Then next one is electric current is a scalar quantity. സോ ഇലക്ട്രിക് കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്, ഇപ്പോൾ കറണ്ടിന്റെ കേസ് തന്നെ എടുത്താലും കറണ്ട് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ്, ദാറ്റ് ഈസ് ഹിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ടിന് എന്തുണ്ട്, കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഡയറക്ഷൻ പറഞ്ഞു, എന്താ, നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അതുപോലെ തന്നെ എന്തും വേണം, ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അപ്പം ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻ ഫോളോ ചെയ്തിരിക്കണം, മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ആയാലാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി എന്തായിട്ട് എടുക്കുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ കറണ്ടിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഉണ്ട് അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. ബട്ട് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും കൂടി ഫോളോ ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, കറണ്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കൺസിഡറിങ് ദാറ്റ് here there is a current flowing 3 ampere and here from this branch the current flowing it is എത്രയായിട്ട് എടുക്കുന്നു, ഒരു 2 ampere ആയിട്ട് എടുക്കുന്നു. Then here the current flowing through this branch, അപ്പോൾ resultant current flowing through this branch നമ്മൾ എന്തായിട്ടായിരിക്കും എടുക്കുന്നത്, 2 + 3 = 5 ആയിരിക്കും നമ്മൾ resultant current flowing through this branch ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടി വരുന്ന കറണ്ട്, ഈ ബ്രാഞ്ചിൽ കൂടി വരുന്ന കറണ്ട് 2 ആണ്. then resultant current flowing through this branch എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ 2 + 3 ആയിരിക്കും ചെയ്യുന്നത്. 2 + 3 = എന്തായിരിക്കും, 5 ആണ്. വെക്റ്റർ അഡിഷൻ ആണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്, അല്ല. അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, വെക്റ്റർ അഡിഷന്റെ കേസിൽ ഇവിടെ നമ്മൾ ഒരു തീറ്റ കൺസിഡർ ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, 3 ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നു, ദെൻ +2 ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നു. അപ്പോൾ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അങ്ങനത്തെ അഡിഷൻ വരുന്ന എന്തിൻ്റെ കേസിലാണ്, വെക്റ്റർ അഡിഷൻ ആണ്. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 + 2 = 5. സോ അത് മറ്റെന്ത് ചെയ്യുന്നില്ല, കറണ്ട് എന്ന് പറയുന്നത് വെക്റ്റർ അഡിഷൻ, ലോ ഓഫ് വെക്റ്റർ അഡിഷൻ ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് എന്തായിരിക്കും, 3 + 2 = 5 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വെക്റ്റർ
ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഇത്രയുമാണ് നമ്മൾ ബേസിക്കലി കറണ്ടിന്റെ ആ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്താണ്, ഇക്വേഷൻ എന്താണ്, ദെൻ ആവറേജ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, ദെൻ കറണ്ടിന്റെ യൂണിറ്റ് നോക്കി, ദെൻ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് നോക്കി, ദെൻ ലാസ്റ്റ്ലി എന്താ നമ്മൾ പറഞ്ഞത്, ഏത് ക്വാണ്ടിറ്റി. അപ്പോൾ കറണ്ട് എന്ന് പറയുന്ന ഏത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിന്റെ പോർഷനിൽ നോക്കിയത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് കറണ്ട് ഡെൻസിറ്റി. സോ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദാറ്റ് ഈസ് ദ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ കറണ്ട് ഡെൻസിറ്റി. അപ്പം കറണ്ട് ഡെൻസിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ജെ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജെ വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ആൻഡ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ. സോ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇനി ഇതിന്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ആംബിയർ ആണ് അല്ലേ? അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ആംബിയർ ആണ്. ദെൻ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, മീറ്റർ ഇൻറ്റു മീറ്റർ. സോ ഏരിയയുടെ യൂണിറ്റ് അറിയാം എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. സോ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ കറണ്ട് ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേക്കും? ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയും തന്നേക്കും, ആംബിയർ പെർ മീറ്റർ റൈസ് ടു -2. ഈ മീറ്റർ സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ എന്താവും? മീറ്റർ റൈസ് ടു -2. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംബിയർ പെർ മീറ്റർ സ്ക്വയർ, ഓർ എന്ത് പറയാം? ആംബിയർ മീറ്റർ റൈസ് ടു -2 എന്നും പറയാനായിട്ട് പറ്റും. ആൻഡ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, എമൗണ്ട് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ജെ. ജെ ഈസ് ഈക്വൽ ടു ഐ ബൈ എ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് കറണ്ട് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ കറണ്ട് ഡെൻസിറ്റി ഈസ് എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി. സോ അതാണ് നമ്മൾ ബേസിക്കലി കറണ്ട് ഡെൻസിറ്റിന്റെ കാര്യം പറയുന്നത്. സോ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കി, ദെൻ കറണ്ട് ഡെൻസിറ്റി നോക്കി. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ അടുത്ത എന്താ നോക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. വി ഹാവിങ് എ കണ്ടക്ടർ. ഓക്കെ, ഈ കണ്ടക്ടറിൽ എന്തുണ്ടായിരിക്കും? ദാറ്റ് ഈസ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസും ഉണ്ടായിരിക്കും അല്ലേ? പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും എല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ചാർജസും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ചാർജസും ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു കണ്ടക്ടറിലേക്ക് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ആ കണ്ടക്ടറിലേക്ക് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഡ്യൂ ടു ഇറ്റ്സ് തെർമൽ എനർജീസ്, ഓക്കെ, തെർമൽ എനർജീസ് കാരണം ഈ ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? റാൻഡംലി മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുമായിരിക്കും? റാൻഡംലി എന്ത് ചെയ്യുന്നു? ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലോട്ട് റാൻഡംലി എന്ത് ചെയ്യുമായിരിക്കും? മൂവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലോട്ട് റാൻഡംലി മൂവ് ചെയ്യും. ഡ്യൂ ടു എന്ത് കാരണമാണ്? തെർമൽ എനർജി കാരണം. അപ്പം ഞാനൊരു കണ്ടക്ടർ എടുത്തു, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡ്യൂ ടു സം തെർമൽ എനർജീസ് ഇതിൻ്റെ അകത്തുള്ള ഈ കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങും? റാൻഡംലി മൂവ് ചെയ്യാണ്. ഇന്ന ഡയറക്ഷനിലേക്കൊന്നും ഇല്ല, അതെന്താണ്? റാൻഡംലി ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യായിരിക്കും? മൂവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് കറണ്ട് ഒന്നും ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള നെറ്റ് തെർമൽ വെലോസിറ്റി, സോ ഇവിടെ തെർമൽ എനർജി കാരണമാണ് എന്ത് ചെയ്യുന്നത്? അത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് തെർമൽ വെലോസിറ്റി. സോ അപ്പോഴുള്ള നെറ്റ് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. സോ ആ ഒരു ടൈമിലുള്ള നെറ്റ് തെർമൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്. വൈ ഇറ്റ് ഈസ് 0? ബിക്കോസ് നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് റാൻഡംലി എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. സോ ഇതിന്റെ നെറ്റ് വെലോസിറ്റി എടുക്കുമ്പോൾ എന്തായി പോവും?
സീറോ ആയിട്ട് പോകും. എങ്ങനെയാണ്? ദർ ഈസ് ഇപ്പം ഒരെണ്ണം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ആണെങ്കിൽ ഒരെണ്ണം ചിലപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അത് വെച്ചിട്ട് അതിന്റെ നെറ്റ് വെലോസിറ്റി എന്തായി? സീറോ ആയി. മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് വെച്ചിട്ട് അതിന്റെ നെറ്റ് വെലോസിറ്റി എന്തായിട്ട് പോകും? സീറോ ആയിട്ട് വരും. സോ അതാണ് പറയുന്നത് റാൻഡംലി മൂവ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് റാൻഡംലി മൂവ് ചെയ്യുന്നു. റാൻഡംലി മൂവ് ചെയ്യുന്നു ഡ്യൂ ടു ഇറ്റ്സ് തെർമൽ എനർജി. സോ നമ്മൾ നെറ്റ് തെർമൽ വെലോസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എടുക്കുക? സീറോ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ദാറ്റ് ഈസ് ഈ ഒരു കണ്ടക്ടറിലേക്ക് ഞാൻ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ ഹിയർ ഈ ഒരു കണ്ടക്ടറിലേക്ക് ഞാൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു കണ്ടക്ടറിലേക്ക് എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്? ഇലക്ട്രിക് ഫീൽഡിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ കണ്ടക്ടറിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്ന? ദാറ്റ് ഈസ് ഈ ഒരു നെഗറ്റീവ് ചാർജസ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും? ദാറ്റ് ഈസ് നെഗറ്റീവ് ചാർജസ് ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലേക്ക് എല്ലാ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, എല്ലാ നെഗറ്റീവ് ചാർജസും എന്ത് ചെയ്യാൻ തുടങ്ങും? ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഞാൻ ഇനി കണ്ടക്ടർ എടുത്തു, ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തില്ല, അപ്പോൾ ഉള്ള കേസ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നു? സെയിം കണ്ടക്ടർ തന്നെ എടുത്തു, അതിൻ്റെ അകത്തേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു? ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. സോ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റേണലി എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഓരോ ഇലക്ട്രോൺസിലും എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. സോ അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജസിൽ എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യാണ്? ഈ ഇലക്ട്രോൺസിനെ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യിക്കാൻ തുടങ്ങും. സോ ഇവിടെ എന്തുണ്ടായിരിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഓരോ ഇലക്ട്രോൺസിലും ഒരു ഫോഴ്സ് കൊടുക്കും. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യായിരിക്കും? ഈ ഇലക്ട്രോൺസിനെ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കും. ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യിക്കായിരിക്കും? ഈ ഒരു ഇലക്ട്രോൺസ് മൂവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ആ ഒരു ഫോഴ്സ് കാരണം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും വിത്ത് എ ഹയർ വെലോസിറ്റി. ഇവിടെ നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല, തെർമൽ എനർജി കാരണമാണ് അവിടെ എന്ത് ചെയ്തത്? റാൻഡം മോഷൻ ഉണ്ടായത്. സോ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. ബട്ട് ഈ ഒരു കേസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതും ഒരു ഫോഴ്സും കൊടുക്കാതെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഫോഴ്സ് കൊടുത്ത് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഈ ഒരു കേസിൻ്റെ അകത്ത് ദാറ്റ് ഈസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഓരോ ഇലക്ട്രോൺസിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് ആ ഇലക്ട്രോണിനെ പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യിക്കായിരിക്കും? മൂവ് ചെയ്യിക്കായിരിക്കും ചെയ്യുന്നത്. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും. സോ ഫോഴ്സ് അനുഭവപ്പെടുന്നു മീൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ആ ഒരു ഇലക്ട്രോണിന് ഒരു ആക്സിലറേഷൻ കിട്ടുന്നു. ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് കൊടുക്കുന്നു മീൻസ് എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺസിന് ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു. സോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? F/m ആണ്. സോ ഹിയർ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് എഫ് നമുക്കറിയാം ദാറ്റ് ഈസ് എന്തായിരിക്കും? E ഇൻറ്റു ഇ ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ഇലക്ട്രോൺസ് ഇൻറ്റു എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ്. സോ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? ഇ ഇൻറ്റു ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ആ ഇലക്ട്രോണിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ഒരു ആക്സിലറേഷൻ കാരണമാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോസിറ്റീവ് അല്ല പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഈ ഇലക്ട്രോൺസിന് ആ പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ആ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് എന്തുകൊണ്ട്? ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടുള്ള ഫിക്സ്ഡ് അയോൺസ്. ഇപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ സം ഓഫ് പോസിറ്റീവ് ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ സം ഓഫ് ദ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസ് ഉണ്ട്. അത് പറയുന്ന ഫിക്സ്ഡ് ആയിട്ട് ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫോഴ്സ് കിട്ടി പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂവ് ചെയ്ത് ഇത് എന്തുമായിട്ട് കൊളൈഡ് ചെയ്യും? ഈ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസുമായിട്ട് എന്ത് ചെയ്യും? കൊളൈഡ്
കൊളൈഡ് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ആവും. വീണ്ടും ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റോപ്പായി. അപ്പോൾ വെലോസിറ്റി ഹൈ വെലോസിറ്റിയിൽ വന്നത് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹൈ വെലോസിറ്റിയിൽ ആ ഒരു ഫോഴ്സ് കാരണം എന്ത് വരികയാണ്, ഇലക്ട്രോൺസ് വരികയാണ്. ഇലക്ട്രോൺസ് വന്ന് നേരെ ഈ ഒരു പോസിറ്റീവ് ചാർജിൽ വന്ന് എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തപ്പോൾ മൊമെന്ററിലി അതെന്തായി, സ്റ്റോപ്പായി. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് വരുന്നുണ്ട്. സോ വീണ്ടും എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പോസിറ്റീവ് ചാർജ്, ഫിക്സഡ് പോസിറ്റീവ് ചാർജിൽ വന്ന് വീണ്ടും എന്ത് ചെയ്യും, അത് വന്ന് കൊളൈഡ് ചെയ്യും. വീണ്ടും മൊമെന്ററിലി സ്റ്റോപ്പായി. വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഫോഴ്സ് കിട്ടുന്നത് കാരണം അത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, വെലോസിറ്റിയിൽ ഫ്രം 0 to വീണ്ടും ഒരു വെലോസിറ്റിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. വീണ്ടും ഒരു പോസിറ്റീവ് ചാർജിൽ വന്ന് എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്ത് സ്റ്റോപ്പായി. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നു, കൊളൈഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ആവുന്നു. വീണ്ടും എന്ത് ചെയ്തു, ഫോഴ്സ് കിട്ടി, മൂവ് ചെയ്ത് തുടങ്ങുന്നു, വീണ്ടും കൊളൈഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ആവുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യാണ്, ഫ്രം സ്റ്റാർട്ട് ടു മൊമെന്ററിലി സ്റ്റോപ്പ്. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് പോകുന്നു. സോ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞു, ദാറ്റ് ഈസ് ഡയറക്റ്റ് അങ്ങ് ആ ഒരു വെലോസിറ്റിയിൽ, ആ ഒരു ഹൈ വെലോസിറ്റിയിൽ തന്നെ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജ് ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യല്ല ചെയ്യുന്നത്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫ്രം ഹൈ വെലോസിറ്റിയിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ആക്സിലറേഷൻ എന്ന് പറയുന്ന ഹൈ ആയിട്ടാണ്, കാരണം ഒരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. സോ ആക്സിലറേഷൻ ഹൈ ആയിട്ടാണ് വരുന്നത്. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജസും ഈ ഒരു കണ്ടക്ടറിനകത്തുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന, അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ നെഗറ്റീവ് ചാർജസ് ഇതിലൂടെ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വന്ന് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ആവും. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഏതെങ്കിലും ഫിക്സ്ഡ് പോസിറ്റീവ് അയോൺസിൽ വന്ന് കൊളൈഡ് ചെയ്ത് സ്റ്റോപ്പ് ആവും. സോ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. സോ അങ്ങനെയായിരിക്കും അതിന്റെ ഒരു വെലോസിറ്റി. ഒരു ഹൈ വെലോസിറ്റിയിൽ അങ്ങ് പോവാതെ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിങ് ഫ്രം എ വെലോസിറ്റി മൊമെന്ററിലി സ്റ്റോപ്പ്, ദെൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, മൊമെന്ററിലി സ്റ്റോപ്പ്. സോ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവ് സൈഡ് ടു നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് when we applying a electric field. So here നമ്മൾ പറഞ്ഞു എന്താണ്, that is ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് there is a first collision ഉണ്ട്, അതുപോലെ തന്നെ considering there is a second collision ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഫസ്റ്റ് കൊളിഷൻ വന്നു, ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, മൂവ് ചെയ്തു, ദെൻ അടുത്ത ഫിക്സ്ഡ് പോസിറ്റീവ് അയോൺസുമായിട്ട് എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. ഇലക്ട്രോൺ എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. സോ രണ്ട് സക്സസീവ് കൊളിഷൻസിന് ഇടയിലുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. സോ രണ്ട് സക്സസീവ് കൊളിഷൻസിന് ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഏത് മാനറിലാണ്, ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ വെലോസിറ്റി, കൊളൈഡ് വിത്ത് എ പോസിറ്റീവ് അയോൺ, സ്റ്റോപ്പ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നു, മൊമെന്ററിലി സ്റ്റോപ്പ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് മൂവ് ചെയ്ത് കൊളൈഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരു വെലോസിറ്റി, ദിസ് ടൈപ്പ് ഓഫ് വെലോസിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സ് കാരണം എന്തുണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. സോ ആ ഒരു ആക്സിലറേഷൻ കാരണം എന്ത് ചെയ്യാൻ തുടങ്ങും, ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലേക്ക്, ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, കുറേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസ് അവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ സെയിം പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്, അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പം വന്ന് എന്തിനെ കൊളൈഡ് ചെയ്യും, നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വന്ന് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവും. വീണ്ടും ഫോഴ്സ് കിട്ടുന്നുണ്ട്, ആക്സിലറേഷൻ വരുന്നുണ്ട്, വീണ്ടും എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും അടുത്ത പോസിറ്റീവിൽ വന്ന് കൊളൈഡ് ചെയ്ത് സ്റ്റോപ്പ് ആവും. സോ ആ ഒരു രീതിയിലുള്ള വെലോസിറ്റി, ദിസ് ടൈപ്പ് ഓഫ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ VD. ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, VD വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു രണ്ട് സക്സസീവ് കൊളിഷൻ, ദാറ്റ് ഈസ് ഒരു കൊളിഷൻ നടന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത കൊളിഷൻ നടക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത കൊളിഷൻ നടക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു. സോ രണ്ട് സക്സസീവ് കൊളിഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് സക്സസീവ് കൊളിഷനിടയിലുള്ള ആ ഒരു ടൈം ടേക്കൺ. സോ ആ ഒരു ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്.
സോ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളിഷൻസിനിടയിലുള്ള ടൈം. സോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് യൂണിഫോം വെലോസിറ്റി അക്വേർഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്തു? ഒരു കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണലി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം എന്ത് സംഭവിക്കുന്നു? ദർ ഇസ് എ കണ്ടക്ഷൻ. ഓക്കെ, അവിടെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കാണും. ആ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒരു യൂണിഫോം വെലോസിറ്റി, ഒരു യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതെന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് മൂവ് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് മൂവ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ആ ഒരു ആവറേജ് യൂണിഫോം വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ദ ആവറേജ് യൂണിഫോം വെലോസിറ്റി അക്വേർഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ. ആരക്വയർ ചെയ്യുന്നതാണ്? കണ്ടക്ഷൻ ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി. എന്തിനകത്തുള്ള? ഇൻസൈഡ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്തുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺ അക്വേർഡ് ചെയ്യുന്ന ആ ഒരു ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എപ്പോഴാണ് അത് അക്വയർ ചെയ്യുന്നത്? ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണലി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത് വെച്ചിട്ട്? വി ഡി. സോ വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ടൈം ആയിരിക്കും വരുന്നത്. സോ വി ഡി എന്ന് പറയുമ്പോൾ എന്തെഴുതാൻ പറ്റും നമുക്ക്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്? വി ഡി. കൺസിഡർ എ ഇസ് ദ ആക്സിലറേഷൻ. ഹിയർ രണ്ട് കൊളിഷൻ ഇടയിൽ എടുക്കുന്ന ടൈം റിലാക്സേഷൻ ടൈം. സോ അപ്പോൾ രണ്ട് കൊളിഷൻ ഇടയിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലാക്സേഷൻ ടൈം. ഡിനോട്ട് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? റിലാക്സേഷൻ ടൈം ഇസ് ഡിനോട്ടഡ് ബൈ ടോ. കേട്ടോ? അപ്പോൾ റിലാക്സേഷൻ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ടോ എന്ന് പറയുന്നത്. സോ ആക്സിലറേഷൻ ഇൻറ്റു ആ ഒരു ടൈം, ആ രണ്ട് കൊളിഷൻ ഇടയിൽ എടുക്കുന്ന ആ ഒരു ടൈം. സോ അതായിരിക്കും ആ ഒരു കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി വി ഡി, ആ വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്നത്. സോ വി ഡി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടോ എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് വി നോ ദാറ്റ് എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ എം ആണ്. സോ ഇൻ ദിസ് ഇക്വേഷൻ എനിക്ക് എന്തായിരിക്കും? എഫ് ബൈ എം ആണ് ടോ എന്ന് പറയുന്നത്. വേറെ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഓഫ് ദ ഇലക്ട്രോൺ. സോ എഫ് ബൈ എം ഇൻറ്റു ടോ. ആൻഡ് വി നോ ദാറ്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇ ഇൻറ്റു ഇ. അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എന്തായിരിക്കും പറയുന്നത്? ഇലക്ട്രോണിന്റെ ചാർജ്. സോ ഹിയർ ദർ ഈസ് എന്തായിരിക്കും വരുന്നത്? എഫിനെ റീപ്ലേസ് ചെയ്ത് ഇ ഇൻറ്റു ഇ ബൈ എം ഇൻറ്റു ടോ. സോ ഇ ഇൻറ്റു ഇ ക്യാപിറ്റൽ ഇ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. സോ ഇ ഇൻറ്റു ഇ ബൈ എം ഇൻറ്റു ടോ എന്നായിരിക്കും വരുന്നത്. സോ അതാണ് നമ്മുടെ എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. ഇനി ഇവിടെ നോക്കിക്കേ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെ എന്താണ്? ഫ്ലോ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഫ്ലോ ചെയ്യുന്നത്? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഒരു മൈനസ് വന്നത്. ദാറ്റ് ഈസ് മൈനസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഫ്ലോയിങ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്ലൈ ചെയ്ത് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ മൈനസ്. സോ വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ടോ ഡിവൈഡഡ് ബൈ എം, വേർ ടോ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? റിലാക്സേഷൻ ടൈം. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദെൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ആൻഡ് എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഓക്കെ.